ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫേസൊക്കെ നല്ലപോലെ തിളക്കം വെക്കാൻ വേണ്ടിയല്ലയോ? ഉറപ്പായിട്ടും സാധിക്കും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്യണേ. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനും കൂടി നിങ്ങൾ നോക്കണേ. എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്തത് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്തത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ മാറ്റാനും ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും ഒക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി ചേർത്തത്. അതിനുശേഷം ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് പൗഡറാണ് ചേർക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ചേർത്തേക്കുന്നത്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനകത്തെ ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന നമ്മുടെ അനാവശ്യമായിട്ടുള്ള നമ്മുടെ വേണ്ടാത്ത രീതിയിലുള്ള ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന്. നമുക്ക് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, പക്ഷെ എന്നാൽ സ്കിന്നിന് ആവശ്യമല്ലാത്ത ബാക്ടീരിയാസ് ഉണ്ട്. അതിനെയൊക്കെ പുറന്തള്ളാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നിനെയൊക്കെ മാറ്റി സ്കിന്നിന് നല്ലൊരു നിറം നൽകുന്ന സ്കിന്നിനെ വീണ്ടെടുക്കാനും റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. പിന്നെ അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നമ്മുടെ അലവേറ ജെല്ലാണ് ചേർത്തിരിക്കുന്നത്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും. അതിനുശേഷം ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ബ്ലീച്ച് എഫക്റ്റ് നൽകാൻ നമ്മുടെ സ്കിന്നിന് സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ആക്കുമ്പോൾ അത് ചെറിയ രീതിയിൽ ഒന്ന് ഇതായിട്ട് മാറും. അധികം ലൂസ് ആവില്ല, പക്ഷെ എന്നാൽ ചെറിയ രീതിയിലൊന്ന് ഇതായിട്ട് മാറും. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്ന വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം റിസൾട്ട് നൽകുന്നതാണ് റോസ് വാട്ടറിൽ നിന്ന്. സ്കിന്നിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. റോസ് വാട്ടർ നമ്മൾ ചേർക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കാവുന്നതാണ്. റോസ് വാട്ടർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം നല്ല പോലെ ഞാൻ മിക്സ് ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പം എൻ്റെ ഫേസിലൊന്നുമല്ല ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്, കയ്യിലിട്ട് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം കാണാൻ സാധിക്കും. ഇതുണ്ടാക്കി നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല കേട്ടോ. അന്ന് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് നോക്കണം. പൊടികളുണ്ടാക്കി നമ്മൾ ആ മിക്സാക്കിയ കടലമാവിൻ്റെ പൊടിയും റൈസ് പൗഡറൂടെ മിക്സാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ ഈ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കല്ലേ കേട്ടോ. ഇനി ഞാനിവിടെ കൈകളിലേക്കാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. കൈകളിലിട്ട് ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് 1 മിനിറ്റ് അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫേസിലും ഇട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടണം. കാരണം കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുന്നത്. അങ്ങനെ സ്കിന്നിനെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് തുടച്ച് മാറ്റിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇത് ഇട്ടതിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുണ്ടല്ലോ, സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. ആ ഒരു ദിവസം സ്കിന്നിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിടണം. അപ്പോൾ അതിനകത്ത് ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിനകത്തിരിക്കുന്നതൊക്കെ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിലൊരു മാറ്റം നൽകാൻ സാധിക്കും. ഞാനിപ്പോൾ അങ്ങനെ 10 മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ആ മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തപ്പോൾ ആ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തുമാത്രം സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടായെന്ന് നിങ്ങൾ കണ്ടോ? പകൽ വ്യത്യാസമാണ് കിട്ടുന്നത്. എൻ്റെ മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടോ? ഇവിടെ വെട്ടമടിച്ചൊന്നും അല്ല കാണിക്കുന്നത്. 100% റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന്. നിങ്ങൾ 2 കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഒന്നിരാടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചെയ്ത് നോക്കണേ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.